ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കുന്ന ലാഘവത്തോടുകൂടി മജ്ജയും മാംസവുമുള്ള സുജിത്ത് എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ച SI നൂമാൻ, CPOമാരായ സജീവൻ, സന്ദീപ്, ശശിധരൻ, ഈ പോലീസുകാർ കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അപമാനമാണ് എന്ന് മാത്രമല്ല, they are completely unfit to carry out their duties as police officers. അടുത്തത് പുറത്തു വന്നത് പീച്ചിയിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ. എന്താണ് വിഷയം? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആള് ദിനേശ് എന്നയാളും ഹോട്ടൽ ജീവനക്കാരുമായി തർക്കം. എന്താ തർക്കം? ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിലുള്ള തർക്കമാണ്. അത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, മർദ്ദിക്കുന്നു. അതേ തുടർന്ന് ഹോട്ടലിന്റെ ഉടമ ഔസേപ്പും മകൻ പോളും സ്റ്റേഷനിലെത്തുന്നു. SI രതീഷ് എന്ന് പറയുന്നയാള് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്. അവരോട് എന്താണ് പറയുന്നത്? വധശ്രമത്തിനും പോക്സോ കേസും ഉൾപ്പെടെ നിങ്ങളുടെ മേൽ ചുമത്തുമെന്ന് പറഞ്ഞ് ഒരു SI ഈ കേസിൽ വന്നിരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സാർ, ഒടുവിൽ എന്താ പറയുന്നത്? കേസ് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയാണ്. സർ, 12/2/2025 ബഹുമാനായ അംഗം ശ്രീ N ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി പോലീസ് ഗൂഗിൾ പേ വഴി കാശ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ ഭയങ്കര ക്ഷുഭിതനായി. സാർ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? കേരളത്തിലെ പോലീസ് നല്ല മികവാർന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. അതിന്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സാർ, അങ്ങയുടെ ഈ ജനകീയ സേന CCTVക്ക് മുന്നിൽ കാശ് എണ്ണി മേടിക്കുന്ന കാഴ്ച കേരളം കാണാനിടയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.